ഇക്കഴിഞ്ഞ 2 ദിവസവും കർഷകർ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഏത് വിധേനയും അടിച്ചമർത്താനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നും ഇത് സമാനമായ സ്ഥിതി തന്നെയാകോ ഉണ്ടാകാൻ സാധിക്കുക? കർഷകർ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? കീർത്തി, കർഷക സമരം ഇപ്പോൾ 3-ാം ദിവസത്തിൽ കിടക്കുകയാണ്. ഇതിൽ നമുക്കറിയാം നിരവധി ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കുറേ വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ്. കഴിഞ്ഞ 2000-2021 കാലഘട്ടത്തിലെല്ലാം നിലയും ഐതിഹാസികമായി കർഷക സമരത്തിന് ദില്ലി നഗരമാകെ സാക്ഷ്യം വഹിച്ചിരുന്നു. രാജ്യ തലസ്ഥാനം ആകെ സ്തംഭിക്കുന്ന വലിയ കർഷക സമരമാണ് അന്ന് നടന്നത്. എന്തായാലും അന്ന് നൽകിയ കുറേ ഉറപ്പുകളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിനിമം താങ്ങുവിലടക്കമെല്ലാം നിലയും നിയമാനുസൃതമാക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതെല്ലാം നിലയും കേന്ദ്ര സർക്കാർ അന്ന് അംഗീകരിച്ച ആ സമരം പിൻവലിച്ചെങ്കിലും പിന്നീട് ആ ഒരു കാര്യങ്ങളൊന്നിനെയും നടപ്പാക്കുന്ന ഒരു സാഹചര്യമല്ല പിന്നീടുണ്ടായത്. ആ ഒരു നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും കർഷകർ ഇത്തരത്തിൽ ഒരു സമരവുമായി മുന്നോട്ട് പോകേണ്ട പശ്ചാത്തലമുണ്ടായത്. ഇതിൽ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ മാർച്ച് സംഘടിപ്പിക്കുകയും പിന്നീട് ഈ മാർച്ച്, അതായത് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയുള്ള കാർഷിക വിളകൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും ആളുകൾ അല്ലെങ്കിൽ കർഷകർ ഇങ്ങോട്ടേക്ക് ഈ ഒരു ദില്ലി മാർച്ചിലേക്ക് പങ്കെടുത്തുകൊണ്ട് എത്തിയത്. പക്ഷേ ഈ ഹരിയാനയിലെത്തുമ്പോൾ ഹരിയാനയിൽ BJP സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ദില്ലി പോലീസും അടക്കമെല്ലാം തന്നെയും CRPF-ഉം ദ്രുതകർമ്മ സേനയെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയൊരു തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി പോലും വെക്കാത്ത രീതിയിലുള്ള വലിയ തടസ്സങ്ങളും അതുപോലെ ബാരിക്കേഡുകളും കോൺക്രീറ്റ് അടക്കമുള്ള എല്ലാം തന്നെയും വിരിച്ചുകൊണ്ട് ഇരുമ്പാണികളും മറ്റുമെല്ലാം തന്നെയും വിരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് കർഷകർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദില്ലിയിലേക്ക് അവർ എത്തും, അവർ ഇവിടെ സമരം നടത്തുന്നതാണ് ഇപ്പോൾ പ്രധാനമായും അവർ വീണ്ടും ആവർത്തിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഈ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഈ വലിയൊരു കർഷക പ്രതിഷേധം ഈ ലോക്സഭ തന്നെ ഇപ്പോൾ അടുത്തിരിക്കെ ഈ കർഷക പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് BJP സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. ഇത് രാജ്യത്താകമാനം ചർച്ച ചെയ്യപ്പെടുകയും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾ തുറന്നു കാട്ടാനും വേണ്ടി അതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമവും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെ 2 തവണ ചർച്ച നടത്തിയെങ്കിലും ഈ 2 തവണയും കർഷകർ ഉന്നയിച്ച കാര്യങ്ങൾ ഇവർ ഇത്തരത്തിൽ നടപ്പാക്കാൻ അല്ലെങ്കിൽ അവർ ആ കാര്യത്തിലൊരു തീരുമാനം പറയുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് 5 മണിയോടെ ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ വെച്ച് വീണ്ടും ചർച്ച നടത്തുകയാണ്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും അതോടൊപ്പം തന്നെ അർജുൻ മുണ്ടയുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു മധ്യതല ചർച്ച നടക്കുന്നത്. ഇതിൽ കർഷകരുടെ സംഘടനകളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇതിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ നോൺ പൊളിറ്റിക്കൽ വിഭാഗം നേതാവായ ജഗ്ജിത് സിംഗ് ദല്ലേവാളും കിസാൻ മസ്ദൂർ സംഘർഷ് സമിതി ജനറൽ സെക്രട്ടറി സൽവൻ സിംഗ് പന്തൽ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെയും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനമായും ഇപ്പോഴും സിംഗൂർ അതിർത്തിയിലും ശംഭൂരിലെല്ലാം തന്നെയും ഈ കർഷകർക്ക് നേരെ പോലീസ് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ കണ്ണുപാതകം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ഡ്രോൺ വഴി, പോലീസിൻ്റെ ഡ്രോൺ വഴി ഈ ഹരിയാന അതിർത്തിയിൽ നിന്നും പഞ്ചാബ് അതിർത്തിയും ബന്ധിച്ചുകൊണ്ട് ഡ്രോൺ വഴി കണ്ണീർവാതകങ്ങൾ പ്രയോഗിക്കുന്നു. അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഡ്രോൺ വഴിയെല്ലാം നിലയും കണ്ണീർവാതകങ്ങൾ പ്രയോഗിക്കുന്നതിൻ്റെയും രാജ്യത്ത് ആദ്യമായിട്ടാണ്. അതും കർഷകർക്ക് നേരെയാണ് ഈ ഒരു കണ്ണീർവാതകം പ്രയോഗിക്കുന്നത്. അതുകൂടാതെ പ്ലാസ്റ്റിക് ഷെല്ലുകളെല്ലാം തന്നെയും പ്രയോഗിക്കുന്ന, റബ്ബർ ബുള്ളറ്റുകൾ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി ദൃശ്യങ്ങളെല്ലാം തന്നെയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഈ കർഷക സമരത്തെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരും ഹരിയാനയിലെ BJP സർക്കാരുമാണ് ഈ കർഷകരെ ആ ബോർഡർ വിട്ട് ഇങ്ങോട്ട് ദില്ലിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വളരെ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഇവർക്ക് നേരെ കണ്ണീർവാതകവും ഇത്തരത്തിൽ ഷെല്ലാക്രമണം എല്ലാം തന്നെ നടത്തുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ എങ്കിൽ പോലും കർഷകർ പറയുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തങ്ങൾ പിന്നോട്ടില്ല എന്നൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് വീണ്ടും ഇന്ന് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കും. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ വെച്ചായിരിക്കും ഈ ഒരു മന്ത്രിതല കൂടിക്കാഴ്ച നടക്കുക. ഈ കൂടിക്കാഴ്ചയിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ കർഷകർ സമരം പിൻവലിക്കും, അതല്ലെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കീർത്തി.